എവരിവൺ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ക്ലാസിക്സ് ചാനൽ. നമ്മളെ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങൾക്കും പല ഷേപ്സ് ആണ് അല്ലേ. ഇപ്പോൾ ഞാൻ പല ബിൽഡിങ്സ് എടുത്തു. ഈ ബിൽഡിങ്സ് ഒക്കെ എന്താണ്, പല ഷേപ്സിലാണുള്ളത്. ഇനി നമ്മളെ ബിൽഡിങ്സ് മാത്രമല്ല, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്മളെ പെന്നും പെൻസിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഇതൊക്കെ എന്താണ്, പലതും പല ഷേപ്സിലാണ് അല്ലേ. ഇനി നമ്മൾ ഗെയിംസിലും എന്താണ്, പല ഷേപ്സ് കൊണ്ട് മെയ്ഡ് ചെയ്ത ഗെയിംസുകളാണ്. ഈ ഗെയിംസിലും പല ഷേപ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ നമ്മൾ മാത്സിൽ ഈ ഷേപ്സിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചിനാണ് നമ്മൾ ജിയോമെട്രി എന്ന് പറയാം. നിങ്ങൾ ജിയോമെട്രി ബോക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ജിയോമെട്രി ബോക്സ് എന്ന് ഉപയോഗിക്കാൻ കാരണം നമ്മൾ പല ഷേപ്സും വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഉള്ളതാണ് ജിയോമെട്രി ബോക്സ് അല്ലേ. സോ മാത്സിൻ്റെ ബ്രാഞ്ചിൽ ഈ ഷേപ്സിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചിനാണ് നമ്മൾ ജിയോമെട്രി എന്ന് പറയാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജിയോമെട്രിയുടെ ഏറ്റവും ബേസിക് ബ്ലോക്സ് ആയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മൾ പോയിന്റ്, ലൈൻ സെഗ്മെൻറ്റ്, റേ ആൻഡ് ആംഗിൾസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ കുറച്ച് ടൈം കൊണ്ട് തന്നെ എങ്ങനെ ഈ ഒരു കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഇത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മൾ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും അതിൻ്റെ ബേസിക്സ് ആദ്യം അറിഞ്ഞാൽ കുറച്ചും കൂടിയും ഈസി ആയിരിക്കും. സോ നമ്മൾ എന്തായാലും ടൈം വേസ്റ്റ് ചെയ്യാൻ നോക്കല്ലേ. സോ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് പോയിന്റ് എന്താണെന്നുള്ളതാണ്. ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി എന്താണോ പോയിന്റ് പറഞ്ഞത്, ഒരു ടൈനി ഡോട്ടിനാണ് അല്ലേ, അത് തന്നെയാണ് പോയിന്റ്. നമ്മളൊരു സ്പേസിൽ ഒരു ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടി, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പോയിന്റ് ഇട്ടു അല്ലേ, ഇവിടെ ഒരു ലൊക്കേഷനായി. നമ്മളിപ്പോൾ ഞാൻ കോമ്പസ് ഉപയോഗിച്ച് ഇവിടെ ഒരു പോയിന്റ് ഇട്ടു, അതിനൊരു പോയിന്റ് നെയിമും കൊടുത്തു. സോ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായി, അതൊരു ലൊക്കേഷനായി. സോ നമ്മൾ റിയൽ ലൈഫിൽ എവിടെയെങ്കിലും നമ്മൾ പോയിന്റ്സ് ഉപയോഗിക്കാറുണ്ടോ? നമ്മൾ ലൊക്കേഷൻസിന് ഒക്കെ വേണ്ടി ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ എന്തായാലും തരാം. നമ്മൾ ഗൂഗിൾ മാപ്സിൽ നമ്മൾ പല ലൊക്കേഷൻസും കാണിക്കാൻ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യാറുണ്ട് അല്ലേ. ഓരോരോ പോയിന്റ്സ് ആണ്. ഈ പോയിന്റ്സ് എന്താണ്, ഓരോരോ ലൊക്കേഷനെ ഡിനോട്ട് ചെയ്യാണ് അല്ലേ. ഈ അടുത്ത നമ്മൾ ഒരു ബേസിക് ബ്ലോക്കാണ് ലൈൻ. എന്താണ് ലൈൻ? നമ്മൾ എന്താണോ ലൈൻ എന്ന് പറയൽ അത് തന്നെയാണ്, ബട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. ലൈൻ ഈസ് എ സ്ട്രെയിറ്റ് പാത്ത് ദാറ്റ് എക്സ്റ്റെൻഡ്സ് ഇൻഫൈനൈറ്റ്ലി ഓൺ ബോത്ത് ഡയറക്ഷൻ. ഓക്കെ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ലൈന് മാത്രമല്ല, ഇവിടെ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ഭാഗത്തോട്ടും ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ അറ്റമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ഈ ഒരു ആരോ മാർക്ക് കാണിക്കുന്നത് ഇവിടെ ഇത് എൻഡ് ചെയ്തിട്ടില്ല. ഇതെന്താണ്, നമ്മൾ ഇവിടെ വരെ വരച്ചു എന്നുള്ളൂ, ഇതിങ്ങനെ എൻഡ് ചെയ്യാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുക, സ്ട്രെയിറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പാത്തിനാണ് നമ്മൾ ലൈൻ എന്ന് പറയാം. ക്ലിയർ അല്ലേ ലൈൻ? ആൻഡ് ലൈൻ എന്ന് നമ്മളൊരു ലൈൻ എന്നുള്ളത് എപ്പോഴും ഇങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ AB 2 പോയിന്റ്, ഈ ഒരു ലൈനിൽ 2 പോയിന്റ് ഇട്ടു, എയും ബിയും. ഓക്കെ, 2 പോയിന്റ് ഇട്ടു, ആ പോയിന്റിൻ്റെ പേരുകളാണ് എയും ബിയും. ഞാനിവിടെ AB എന്ന് എഴുതി, അതിന് മുകളിൽ ഈ രൂപത്തിൽ വരച്ചാൽ അതിൻ്റെ അർത്ഥം ഇതൊരു ലൈൻ, AB എന്നുള്ളൊരു ലൈനിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. നമ്മളെപ്പോഴും ലൈൻ AB എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, AB എന്ന് എഴുതുക, ഈ 2 പോയിന്റ് AB-ലുള്ളതാണ്, ലൈനിലുള്ളതാണ് അല്ലേ. ആ പോയിന്റ് എഴുതിയിട്ട് അതിന് മുകളിൽ ഒരു ബാർ വരയ്ക്കുക. ആൻഡ് ആ ബാറിന് 2 ആരോ മാർക്കും കൊടുക്കണം. കാരണം ഇൻഫൈനൈറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 ആരോ മാർക്ക് ഉള്ളത്. സോ ലൈൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാന്നുള്ളത് മനസ്സിലായില്ലേ? എന്താണ് ലൈൻ എന്നുള്ളതും? ലൈൻ എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് ആയിട്ട് പോകുന്ന സ്ട്രെയിറ്റ് പാത്തിനാണ് അല്ലേ. ഇനി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ലൈൻ ഉണ്ട്, അതാണ് ലൈൻ സെഗ്മെൻറ്റ്. സോ എന്താണ് ലൈൻ സെഗ്മെൻറ്റ്? നമ്മൾ ലൈനിൻ്റെ ഒരു പീസ്, ഈ ഒരു ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു പീസല്ല, ഒരു സെഗ്മെൻറ്റാണ്, ഒരു പീസാണ്. ഈ ലൈൻ സെഗ്മെൻറ്റ് AB എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ A മുതൽ B വരെ ഇത്രയും ലെങ്ത് ഉള്ള ഒരു ലൈൻ മാത്രം ലൈൻ സെഗ്മെൻറ്റ്. ഓക്കെ, അല്ലാതെ നമ്മൾ ലൈന് പോലെ ഇൻഫൈനൈറ്റ് ആയിട്ട് ഇങ്ങനെ 2 ഭാഗത്തോട്ടും പോകണില്ല. ലൈൻ സെഗ്മെൻറ്റിൽ എന്താണ്, ഈ ഒരു പോയിന്റ് A മുതൽ ഈ ഒരു പോയിന്റ് B വരെ മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയി എന്താണ് ലൈനും ലൈൻ സെഗ്മെൻറ്റ് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്? ആൻഡ് ഈ ഒരു വ്യത്യാസം നമുക്കിവിടെ ഡിനോട്ട് ചെയ്യുമ്പോഴും കാണും. ഞാനിവിടെ AB 2 പോയിന്റ് ഉണ്ട് അല്ലേ, ഈ ഒരു ലൈൻ സെഗ്മെൻറ്റിൽ B എന്നുള്ള പോയിന്റും A എന്നുള്ള പോയിന്റും ഉണ്ട്. സോ ഞാൻ AB എന്ന് എഴുതി, അതിന് മുകളിൽ ഞാൻ ഒരു ബാർ മാത്രമേ വരച്ചിട്ടുള്ളൂ. നമ്മൾ ലൈനിൽ എങ്ങനെയായിരുന്നു, ആ ഒരു ബാർ വരച്ച് അതിന് 2 ആരോ മാർക്കും കൂടി കൊടുത്തിരുന്നു. സോ ആരോ മാർക്ക് കൊടുത്താൽ എന്തായി, അത് ലൈനായി. ആരോ മാർക്ക് കൊടുത്തിട്ടില്ലെങ്കിലോ അത് ലൈൻ സെഗ്മെൻ്റ് ആണ്. ക്ലിയർ അല്ലേ എന്താണ് ലൈൻ സെഗ്മെൻറ്റ് എന്നുള്ളത്? ആൻഡ് നമുക്ക് ലൈൻ സെഗ്മെൻറ്റ് റിയൽ ലൈഫ് എക്സാമ്പിളാണ്. നമ്മളിപ്പോൾ യൂഷ്വലി നമ്മൾ സ്കെയിൽ അല്ലെങ്കിൽ റൂളർ അല്ലെങ്കിൽ മാച്ച് സ്റ്റിക്ക്, നമ്മൾ തീപ്പെട്ടിക്കൊള്ളില്ലേ, അതൊക്കെ എന്താണ്, ഒരു ലൈൻ സെഗ്മെൻ്റ് ആണ്. ഇപ്പം ഞാൻ ഈ ഒരു പെൻസിൽ, ഈ ഒരു പെന്ന് എന്താണ്, ഇതൊരു ലൈൻ സെഗ്മെൻ്റ് ആണ് അല്ലേ. സോ എന്നാൽ ലൈൻ സെഗ്മെൻറ്റിന് ഇനി ലൈനിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയായിരുന്നു? ഇവിടെ ലൈനിന് പല എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ. നമ്മൾ റെയിൽവേ ട്രാക്ക് എടുക്കുകയാണെങ്കിൽ അതെന്താണ്, അതേപോലെ ഒരു ഫിക്സ്ഡ് ഒരു എമൗണ്ട് ആണോ? അല്ല, ഫിക്സ്ഡ് ലെങ്ത് ആണോ? അല്ല അല്ലേ, അതിങ്ങനെ ഇൻഫൈനൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ലെങ്ത് പോയിക്കൊണ്ടിരിക്കുക. സോ അത് ലൈനിൻ്റെ എക്സാമ്പിളാണ്. ഇവിടെ ലൈൻ സെഗ്മെൻറ്റിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ റൂളറൊക്കെ, ഒരു ഡെഫിനിറ്റ് ലെങ്ത് ആണ് അല്ലേ. സോ ലൈനും ലൈൻ സെഗ്മെൻറ്റിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? നമ്മൾ ഇനി നോക്കുന്നത് റേ. സോ ഈ റേ എന്നുള്ളത്
ഒരുപാട് ആളുകൾ റേ കേട്ടിട്ടുണ്ടാവും. നമ്മൾ റേ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടാവും, ഒരു ഭാഗത്തോട്ട് അത് എൻഡ് ചെയ്യുക, അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെ ഉണ്ട്, മറുഭാഗത്ത് എന്താണ്, അത് എൻഡ് ചെയ്യാതെ ഇൻഫൈനൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനാണ് നമ്മൾ റേ എന്ന് പറയാം. റേ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? ഡിനോട്ട് ചെയ്യണമെങ്കിൽ ഈസി ആയിരിക്കില്ലേ, കാരണം ഒരു സ്റ്റാർട്ടിങ് പോയിന്റാണ്. സോ സ്റ്റാർട്ടിങ് പോയിന്റിൽ നമ്മൾ ആരോ ഇല്ല, മറ്റു ഭാഗത്ത് എന്താണ്, അതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിനാണ് നമ്മൾ റേ എന്ന് പറയും. ഇവിടെ റേ എ ബിയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എ ബി എഴുതുക, ഈ രൂപത്തിൽ നമ്മൾ മുകളിൽ വരയ്ക്കാം. ക്ലിയർ അല്ലേ? റേക്ക് എന്തെങ്കിലും റിയൽ ലൈഫ് എക്സാമ്പിൾ നിങ്ങൾ കണ്ട ഏതെങ്കിലും എക്സാമ്പിൾസ് നിങ്ങൾ ആലോചിക്കാൻ പറ്റുമോ? എന്തായാലും സാർ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മൾ ടോർച്ചിൽ എങ്ങനെയായിരിക്കും, ലൈറ്റിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ട് അല്ലേ, ബട്ട് ആ ലൈറ്റ് പിന്നെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് പിന്നെ അടുത്ത ഭാഗത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടാവും, നമ്മൾ ടോർച്ചിൽ അവിടെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടാവും, പിന്നെ അവിടുന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് മാത്രമല്ല, നമ്മൾ ലൈറ്റ് ഹൗസ് ആണെങ്കിലും ഈ ലൈറ്റ് ഹൗസിൽ എന്താണ്, ഇവിടെയാണ് ലൈറ്റിൻ്റെ സ്റ്റാർട്ടിങ്, പിന്നെ അതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ലൈറ്റ്. നമ്മളെ സണ്ണിലാണ് സ്റ്റാർട്ടിങ്, സണ്ണിൽ നിന്ന് ആ ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക അല്ലേ. സോ അതൊക്കെ റേൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലേസർ പറയാണ്ടല്ലേ, അതെന്താണ്, ഒരു സ്റ്റാർട്ടിങ്ങിലുണ്ട് ബട്ട് എൻഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ലൈൻസിനാണ് നമ്മൾ റേ എന്ന് പറയാം അല്ലേ. ഓക്കെ, ഇനി നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ള ആംഗിൾസ്. ഈ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് റേസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഷേപ്പാണ് ഈ ഒരു ആംഗിൾ എന്നുള്ളത് അല്ലേ. ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് രണ്ട് റേസ് പോവുകയാണ്. സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ട്, ഇവിടുന്ന് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക, ഇവിടുന്ന് ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള മെഷർമെൻ്റ് ആണ് നമ്മൾ ആംഗിൾ എന്ന് പറയാം അല്ലേ. യെസ്, ആംഗിളിൻ്റെ എക്സാമ്പിൾ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടാവും അല്ലേ. നമ്മൾ എവിടെ നോക്കിയാലും ആംഗിൾസിന് എക്സാമ്പിൾ ഉണ്ടാവും. ഇപ്പോൾ ഞാനിവിടെ ഒരു സിസർ വരച്ചു, ഈ ഒരു സിസർ തന്നിട്ടുണ്ട്, സിസറിൻ്റെ ഇവിടെ ഒരു ആംഗിളാണ്, ഇവിടെ വേറൊരു ആംഗിളാണ്. അങ്ങനെ ഒരുപാട് ആംഗിൾസ് നമുക്ക് ഇവിടെ പറയാൻ പറ്റും അല്ലേ. ഇവിടെ ഒരു ആംഗിൾ, ഇവിടെ വേറെ ആംഗിൾ, ഇവിടെ വേറെ ആംഗിൾ അല്ലേ, ഇങ്ങനെ ഇവിടെ ഒരു ആംഗിൾ, ഇങ്ങനെ പല ആംഗിൾസ് നമ്മൾ റിയൽ ലൈഫിൽ പല എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഒരു പിസൻ്റെ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് അല്ലേ. ഇങ്ങനെ നമ്മളിപ്പോൾ ചെയർ എടുക്കുകയാണെങ്കിലും ടേബിൾ എടുക്കുകയാണെങ്കിലും ഒക്കെ എന്താണ്, ആംഗിൾസ് ഉണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ ഇവിടെ എൽബോ, ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു ആംഗിൾ വരുന്നുണ്ട് അല്ലേ, നമ്മൾ ആമിൽ. അങ്ങനെ പല ആംഗിൾസും നമുക്ക് റിയൽ ലൈഫിൽ പല ആംഗിൾസും പറയാൻ പറ്റും. ഈ ആംഗിൾസിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത്, നമ്മൾ ആംഗിൾസിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, നമ്മൾ ഈ ഒരു ആംഗിളിനെ എനിക്ക് രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒരു സൈൻ ഇടുക, ഒന്നുകിൽ ആംഗിൾ എ ബി സി, ഓക്കെ, അല്ലെങ്കിൽ ആംഗിൾ സി എ ബി. ഈ രണ്ട് രൂപത്തിൽ എക്സ്പ്ലെയിൻ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഒരിക്കലും ആംഗിൾ ബി എ സി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ബി സി എ എന്നുള്ള രൂപത്തിലോ ഈ ഒരു ആംഗിൾ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഇവിടെ എ മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ബിയിലാണ് ഒരു ആംഗിൾ വരുന്നത് സിയിലോട്ട് അല്ലേ. എ ബി സി അല്ലെങ്കിൽ സി ബി എ, ആ രൂപത്തിൽ നമുക്ക് ആംഗിളിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു അല്ലേ, 5 കാര്യങ്ങളും പഠിച്ചു. ഇത്രയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അല്ലേ, അവരും കാണട്ടെ, അവരും പഠിക്കട്ടെ. ആൻഡ് ഈ ചാനൽ നിങ്ങൾ കാണുന്നവരാണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. കാണാത്തവരാണെങ്കിൽ നമ്മൾ ചാനലിൽ എന്താണ്, നമ്മൾ യൂഷ്വലായിട്ടുള്ള എക്സാംസിന് വേണ്ടി മാത്രമല്ല, കോമ്പറ്റേറ്റീവ് എക്സാംസിന്, ഇപ്പോൾ ന്യൂ മാത്സ് എക്സാം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ചില ആളുകൾക്ക് അറിയുന്നുണ്ടാവും. അറിയാത്തവർക്കാണെങ്കിൽ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് ന്യൂ മാത്സിനെ കുറിച്ച്, അല്ലെങ്കിൽ MTSC എക്സാം, അത് ഒളിമ്പിയാഡ്സ്, ആ ഒരു ടൈപ്പ് ഓഫ് എക്സാംസിനൊക്കെ വേണ്ടി നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിന് വേണ്ടിയുള്ള വീഡിയോസും ലൈവ്സും ഷോർട്സൊക്കെ ആയിട്ടുണ്ടാവും. സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.